മക്കളെ, ഇന്ന് നമുക്ക് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ നോക്കാം. 2024-25. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഏകദേശം ഒരാഴ്ച മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മോഡൽ നോക്കാം. ഇവിടെ 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അതിൽ 5 എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന്. ഡയറി, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡയറിയിലെ ഒരു ഭാഗമാണ് തന്നത്. അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. ജാർഖണ്ഡ് റിംസ് झारखंड का सबसे बड़ा सरकारी अस्पताल है. इस अस्पताल में एक रिपोर्ट लेने में कतार में गिरी थी. मेरे आगे एक व्यक्ति खड़ा था. उसे भी कोई रिपोर्ट लेनी थी. पैसे जमा करते वक्त उसके पास 20 रुपये कम पड़ रहे थे. നമ്മൾ പഠിച്ച ഭാഗം തന്നെ. റിംസ് ഹോസ്പിറ്റലിൽ, ആ വലിയ ഹോസ്പിറ്റലിൽ ഒരു റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ വരിയിൽ നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക്ക് വ്യക്തിഗത, എൻ്റെ മുമ്പിലായിട്ടൊരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഉസേബി കോയി റിപ്പോർട്ട് ലെനിധി, അവർക്കും എന്താണ്, ഒരു റിപ്പോർട്ട് വാങ്ങണമായിരുന്നു. പൈസ ജമാ കർത്തേ വക്ത് ഉസ്കെ പാസ് 20 രൂപയെ കം പട് രഹേതേ, പൈസ അടയ്ക്കേണ്ട സമയത്ത് അവരുടെ കയ്യിൽ 20 രൂപ കുറവാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അതിലെ ക്വസ്റ്റ്യൻ. ജാർഖണ്ഡ് കാ സബ്സെ ബഡാ അസ്പത്താൽ കാ നാം ക്യാ ഹെ. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ പേര് എന്താണ്? റിംസ് അല്ലേ. റിംസ് നമ്മളിതിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. എന്താണ് ഇതിൻ്റെ ആൻസർ? റിംസ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ലേഖക കഹാം ഗഡീതി, ലേഖകൻ എവിടെ നിൽക്കുകയായിരുന്നു? ലേഖകൻ എവിടെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്? अस्पताल में एक റിപ്പോർട്ട് ലേനെ കഥാർമേ ഗഡീതിലെ. കഥാർമേ വരിയിൽ നിൽക്കുകയായിരുന്നു. കഥാർമേ ഗഡീതി. മേരെ പൈസ ജമാ കർത്തേ വക്ത് കിത്തനെ രൂപയ്ക്ക് കം പട് രഹേതേ, എത്ര രൂപയാണ് കുറവായിരുന്നത്? 20 രൂപയല്ലേ. 20 രൂപയാണ് കുറവായിട്ട് ഉണ്ടായിരുന്നത്. 20 രൂപയെ. ഇനി അടുത്ത നോക്കാം. नीचे दिए गए शब्दों का സമാനാർത്ഥക ശബ്ദ ഡയറി സേ ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്ന പദത്തിൻ്റെ സമാന പദം, ഇവിടെ സൂചന തന്നിട്ടുണ്ടല്ലോ, ആ സൂചനയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈന്, വരി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പങ്ക്തി. അപ്പം എന്താണ് അതിന്? കഥാർ. സമയ് എന്നതിന് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? സമയം നമുക്കിത് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. സമയ് എന്നതിന് എന്താണ് ഇവിടെ തന്നത്? വക്ത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? വക്ത്. കർത്തേ വക്ത്. വക്ത് പറഞ്ഞാൽ സമയം. ഓക്കെ. അപ്പോൾ ഇവിടെ സമയ് എന്നതിന് വക്ത് എന്നും പങ്ക്തി എന്നതിന് കഥാർ എന്നുമാണ് എഴുതേണ്ടത്. ഡയറിക്ക് ലിയെ ഉചിത ശീർഷകത, ഈ ഡയറിക്ക് ഉചിതമായ ഒരു ശീർഷക നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാർഖണ്ഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. റിംസ് ഹോസ്പിറ്റൽ എന്ന് കൊടുക്കാം അല്ലേ. റിംസ് അസ്പത്താൽ എന്ന് കൊടുക്കാം. ഇതിൽ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന നിങ്ങളെ പാഠത്തിൻ്റെ പേര് എഴുതാതിരുന്നാൽ മതി. നിങ്ങൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര്, ആ പേര് കൊടുക്കരുത്, വേറെ പേര് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എഴുതിയത് നോക്കാം. റിംസ് കഥാർ മേ 20 രൂപയെ കഥാർ അസ്പത്താൽ. കഥാർ എന്നും അതുപോലെ തന്നെ വക്ത് എന്നും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലോ നേരത്തെ. 2 ആൻസർ വരുന്നത് പറഞ്ഞല്ലോ. പങ്ക്തി എന്നതിന് എന്താണ്? പങ്ക്തി എന്നതിന് കഥാർ. അതുപോലെ തന്നെ സമയത്തിൻ്റെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയത്തിൻ്റെ എന്താണ്? സമയത്തിൻ്റെയാണ് വക്ത് അല്ലേ. ഇത് രണ്ടാമത്തെ ആയിട്ട് വരും, ഇത് ഒന്നാമത്തെ. രണ്ടാമത്തിലുള്ള ആൻസറാണ്. പിന്നെ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് അസ്പത്താൽ എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ കൊടുക്കണം എന്ന കാര്യം പറഞ്ഞു, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്.
പോസ്റ്റർ തയ്യാർ കരേ. രണ്ടാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്കെ സ്കൂൾ में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരേ. താങ്കളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബ്ബ് നേതൃത്വമേ നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചേ എന്ന പേരായിട്ടുള്ള ഇറാനി ഫിലിം പ്രദർശനം നടക്കുകയാണ്. ഇസ്കി സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. അതിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിലിം പ്രദർശനമാണ് അല്ലേ, ഫിലിം പ്രദർശനമാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. നമ്മൾ പഠിച്ച പോസ്റ്റർ തന്നെയാണ് അത്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എക്സാമിലേക്കൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചതാണ് പോസ്റ്റർ ചെയ്യേണ്ടത്. പോസ്റ്റർ എന്ന് എഴുതുക. ഫിലിം പ്രദർശൻ ജന്നത്ത് കെ ബച്ചെ ഇറാനി ഫിലിം. ഇറാനി നിർദ്ദേശക് മാജിദ് മജീദി ക ഡിസംബർ 15 സവേരെ 10 ബജെ എന്നാണ് എഴുതിയത്. സ്കൂൾ സഭാഗൃഹ സബ്കാ സ്വാഗതം. ഇത് ഡേറ്റ് മാറ്റിയാൽ മതി. ഡിസംബർ 15 എന്നുള്ളത് ഡേറ്റ് മാറ്റി കൊടുക്കുക. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം വരാൻ പോകുന്നൊരു ഡേറ്റ് കൊടുക്കുക. ഓക്കെ, മാർച്ച് കൊടുക്കുക അല്ലേ, മാർച്ച് കൊടുക്കുക. മാർച്ച് 15 എന്നോ നിങ്ങളുടെ എക്സാമിന് ശേഷമുള്ള എക്സാമിന് ഏതാണോ ഡേറ്റ് ആ എക്സാമിന് ശേഷമുള്ള ഡേറ്റ് വെച്ചിട്ട് കൊടുക്കുക. മാർച്ച് ഹിന്ദിയിൽ എഴുതിയാൽ മതി കേട്ടോ. മാർച്ച് എന്ന് എഴുതുക, എന്നിട്ട് ഒരു ഡേറ്റ് കൊടുക്കുക. എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ആ ഡേറ്റിന് ശേഷമുള്ള ഡേറ്റ് കൊടുക്കുക. മാർച്ച് എന്നിട്ട് നിങ്ങളെ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ ശേഷമുള്ളൊരു ഡേറ്റ് വെച്ചിട്ട് കൊടുക്കുക. അതായത് സ്കൂൾ നടക്കാൻ പോകുന്ന പരിപാടിയാണ് അല്ലേ, നടക്കാൻ പോകണം. അപ്പം നമ്മൾ വരാൻ പോകുന്നൊരു ഡേറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വേണ്ടി പഠിച്ച അതേ പോസ്റ്റർ തന്നെ ഇവിടേക്ക് വെച്ചതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച ആ പോസ്റ്റർ തന്നെയാണിത്, നിങ്ങളെ കയ്യിലുള്ളത് തന്നെയാണ്. അത് നോക്കിയിട്ട് ഈ ഒരു മാറ്റം മാത്രം നിങ്ങൾ അതിലേക്ക് വരുത്താം. ഇനി അടുത്തത് ജന്നത്ത് കെ ബച്ചെ നാമക് ഫിലിം കെ മുഖ്യ കിർദാർ കോൻ കോൻ ഹെ. കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രം എന്നാണ്. ജന്നത്ത് കെ ബച്ചെ നാമക് ഫിലിമിലെ പ്രധാന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ? സാഹിറയും അലിയും അല്ലേ, അലി സാഹിറ. ഇനി അടുത്തത് നോക്കാം. സഹി മിലാനാണ്. സഹി മിലാൻ ശുക്രിയ, മദദ്, കിർദാർ, ജംഗൾ, ജന്നത്ത്. ഓക്കെ, ശുക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ധന്യവാദാണ് അല്ലേ. ശുക്രിയ ധന്യവാദ്. മദദ് കർണ പറഞ്ഞാൽ എന്താ? സഹായത കർണ. അപ്പൊ മദദ് സഹായത. കിർദാർ എന്ന് പറഞ്ഞാൽ കഥാപാത്രമാണെന്ന് പറഞ്ഞല്ലേ. കിർദാർ പറഞ്ഞാല് കഥാപാത്രം. ജംഗൾ പറഞ്ഞാൽ എന്താണ്? കാടാണ്, വനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ജംഗൾ വൻ. ജന്നത്ത് സ്വർഗ്. നമ്മൾ ആ പാഠം പഠിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ജന്നത്ത് കെ ബച്ചെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ അല്ലേ. ജന്നത്ത് കെ ബച്ചെ, ജന്നത്ത് പറഞ്ഞാൽ സ്വർഗ് എന്നാണ് അർത്ഥം. അപ്പോൾ എത്രയാണ് ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾ സഹീമിലാൻ ചെയ്യേണ്ടത്? വരച്ച് വെക്കാതെ നേരെ എഴുതുക. ശുക്രിയ നേരെ ധന്യവാദം എന്ന് എഴുതുക, മദദിന് നേരെ സഹായത എഴുതുക. അങ്ങനെ നേരെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ആക്ടിവിറ്റിയാണ് ഗണ്ട് പഠയം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഈ തന്നിരിക്കുന്ന ഭാഗം പാരഗ്രാഫ് വായിക്കുക, അതിനുശേഷം क्वेश्चन आंसर एഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. केरल और तमिलनाडु की सीमा पर बसे जंगल की बात है. एक हथिनी अपने 2 बच्चों के साथ सड़क पार कर रही थी. साइकिल से शहर जा रहे एक युवक ने इनका वीडियो बना लिया. कुछ महीनों पर यह वीडियो खूब फैला. अब അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഗണ്ട് സേ 2 രാജ്യോं का नाम चुनकर लिखिए. ഈ പാരഗ്രാഫിൽ നിന്നും 2 രാജ്യോं का नाम എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരൾ, അതുപോലെ തന്നെ എന്താണ്, തമിഴ്നാടു. അടുത്തത് ഹത്തിനിക്കോ കിത്തനെ ബച്ചേതേ. ഹത്തിനിക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 2 ബച്ചേ അല്ലേ. 2 ബച്ചേ. ഹത്തിനി അപ്പനെ 2 ബച്ചോ കണ്ടോ, അപ്പനെ 2 ബച്ചോ. അപ്പം എത്ര കുട്ടികളാണ്? 2 കുട്ടികൾ. യുവക് കഹാം ജാ രഹേ ഥേ. യുവാവ് എവിടെ പോവുകയായിരുന്നു? സൈക്കിൾ സേ ഷഹർ ജാ രഹേ അല്ലേ. അപ്പം എവിടെ പോവുകയായിരുന്നു എന്നാ കിട്ടിയത്? ഷഹർ.
എവിടെ പോവുകയായിരുന്നു? ഷഹർ ജാ രഹേ ഏക് യുവകിനെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഷഹർ, യുവക് കഹാ ജാ രഹേ ദേ? യുവക് ഷഹർ ജാ രഹേ ദേ. കിസ്നെ വീഡിയോ ബനായ? ആരാണ് വീഡിയോ എടുത്തത്? സൈക്കിൾ സെ ഷഹർ ജാ രഹേ ഏക് യുവകിനെ ഇൻകാ വീഡിയോ ബനാ ലിയ. അല്ലെ, ആരാണ് വീഡിയോ എടുത്തത്? സൈക്കിൾ സെ ഷഹർ ജാ രഹേ ഏക് യുവകിനെ. വൻ ശബ്ദ കാ സമാനാർത്ഥക ശബ്ദ ഖണ്ഡ് സെ ചുൻകർ ലിഖേ. വൻ, വനം എന്നതിന് സമാനാർത്ഥം വരുന്ന പദം ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരൾ और तमिलनाडु की सीमा पर बसे जंगल की बात है. एक हाथी अपने दो बच्चे के साथ सड़क पार कर रही थी. साइकिल से शहर जा रहे एक युवक ने इनका वीडियो बना लिया. कुछ महीनों पर एक वीडियो खूब फैला. അപ്പൊ ഇതില് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യുവകന് വൻ ശബ്ദക്ക, വൻ, വൻ എന്നതിനാണ് അല്ലെ. ജംഗിൾ, വനം പറഞ്ഞാൽ എന്താണ്? കാട്. ജംഗിൾ പറഞ്ഞാൽ എന്താണ്? കാട്. ബസേ ജംഗിൾ കി ബാത്ത്, ജംഗിൾ എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വൻ എന്നത് എന്താണ്? ജംഗിൾ എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ഒന്നുകൂടെ നോക്കാം. കേരൾ, തമിഴ്നാടു എഴുതിയിട്ടുണ്ട്. ദോ ബച്ചെ രണ്ടാമത്തെ ആൻസർ, ഷഹർ മൂന്നിന്റെ ആൻസർ, 4 ഏക് യുവകിനെ, 5 ജംഗിൾ. അതൊക്കെ നേരത്തെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ പോയത്. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ബിന്ദുओं की सहायता से 5 वाक्य लिखिए. 5 सेंटेंस എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ताकतवर मूल्य, समर्पण ला सकता है, अविश्वास के खत्म करता है, एक दूसरे पर हमला, अतिरिक्त पाने की लालच, इंसानियत अंकुरित होती है. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ജയ്സെ ഉദാഹരണം, പ്രേം സെ അവിശ്വാസ് ഖത്മ കർത്താ ഹെ. പ്രേമസെ പ്രേമത്താൽ അവിശ്വാസം ഇല്ലാതെയാകുന്നു. സ്നേഹമുള്ളിടത്ത് എന്താണ്? അവിശ്വാസം ഇല്ലാതെയാകുന്നു, പരസ്പര വിശ്വാസം ഉണ്ടാകുന്നു എന്ന് സാരം. അപ്പൊ ഇതാണ് അതിന് തന്നിരിക്കുന്ന ഉദാഹരണം. നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു സെന്റൻസ്. ഇതാ അവിശ്വാസ് കെ ഖത്മ കർത്താ ഹെ. കണ്ടോ? ആ സെന്റൻസിനെയാണ് ഇവിടെ എങ്ങനെ മാറ്റിയത്? പ്രേമസേ എഴുതി, പിന്നെ ഈ അവിശ്വാസം എങ്ങോട്ടേക്ക് എഴുതി, പിന്നെ ഗത്മ എഴുതി, കർത്താഹെ അങ്ങനെ തന്നെ എഴുതിക്കുകയാണ് അല്ലേ. അപ്പൊ അതുപോലെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. താക്കത്ത് വർ മൂല്യ, സമർപ്പൺ ലാ സക്താഹെ. അപ്പൊ ആദ്യം എന്ത് ചേർക്കണം? പ്രേമസേ അല്ലേ, പ്രേമസേ ചേർക്കുക. എന്നിട്ടാണ് ഓരോ സെന്റൻസ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ എഴുതിയത് നമുക്ക് നോക്കാം. എല്ലാ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. പ്രേമ താക്കത്ത് വർ മൂല്യ ഹെ, പ്രേമസേ समर्पण ला सकता है, प्रेम अविश्वास को खत्म करता है, प्रेम से एक दूसरे पर हमला नहीं करता है, प्रेम से लालच खत्म होता है, प्रेम से इंसानियत अंकुरित होती है. അപ്പം അത്രയാണ് സെന്റൻസ് ഇവിടെ ഉള്ളത് തന്നെയാണ്, നമ്മൾക്ക് ഇവിടെ തന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, 6ാമത്തെ ആക്ടിവിറ്റി. ഡയറി തയ്യാർ കരീം എന്നാണ് ക്വസ്റ്റ്യൻ. രാജു 7वीं कक्षा में पढ़ता है. आज वह जन्नत के बच्चे नामक सिनेमा देखा. अली और साहरा नामक बच्चे को उनको अच्छा लगा. वे इस सिनेमा का मुख्य किरदार है. भाई बहन का आपसी प्यार, उनकी गरीबी सब मन से नहीं जाती. അത്രയാണ് നിങ്ങൾക്കിവിടെ സൂചന തന്നിരിക്കുന്നത്. ആ സൂചന നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്താണ് പറയുക, രാജുവിൻ്റെ ഡയറി എഴുതിയാൽ മതി. രാജു ആ ഒരു സംഭവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബോക്സിൽ തന്നിരിക്കുന്ന സംഭവം തന്നെ ഒന്ന് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ട് എഴുതിയാൽ തന്നെ രാജുവിൻ്റെ ഡയറിയായി. അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഡയറി എഴുതേണ്ടത്. ഓക്കെ. ജന്തക്കെ ബച്ചെ ഫിലിമിക്ക ദൃശ്യ കാംസെ ശുരു ഹോത്തി ഹെ എന്ന ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ജനതക്കെ ബച്ചെ എന്ന ഫിലിമിൻ്റെ ദൃശ്യം എവിടെയാണ് തുടങ്ങുന്നത്? അതായത് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താണ് കാണിക്കുന്നത്, അതിൽ എന്ത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെന്നാണ് ചോദിച്ചത്. ബാസാറിലെ ഒരു അങ്ങാടിയുടെ ദൃശ്യം കാണിച്ചുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. രാജു കി ഡയറി കൽപ്പന കർക്കെ ലിഖേ എന്ന ക്വസ്റ്റ്യൻ. ഡയറി എഴുതിയത് നമുക്ക് നോക്കാം. എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഡയറി എഴുതിയത് നോക്കുക. രാജു കി ഡയറി.
ആജ് മേം ജന്നത്ത് കെ ബച്ചെ നാമക്ക് സിനിമ ദേക്കാം. ഇന്ന് ഞാൻ ജന്നത്ത് കെ ബച്ചെ സിനിമ കണ്ടു. അച്ഛാ ലഗ, നല്ലതായി തോന്നി. ഫിലിം കാ ദൃശ്യ ഏക് ബാസാർ കാ ദൃശ്യ സെ ശുരു ഹോത്താ ഹെ. ഫിലിമിന്റെ ദൃശ്യം തുടങ്ങുന്നത് ഒരു അങ്ങാടിയുടെ ദൃശ്യത്തോടു കൂടിയാണ്. അലി ഓർ ഷഹ അലി ഓർ സാഹറ ഫിലിം കാ മുഖ്യ പാത്ര ഹെ. ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ വന്ന തെറ്റാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ അലി കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് കഥാപാത്രമായിട്ട് വരുന്നത്. ഷഹർ പറഞ്ഞ പട്ടണം എന്നുള്ള അർത്ഥമാണ്. ഇതിവിടെ തെറ്റായിട്ട് വന്നതാണ്. അലി ഓർ സാഹിറ അല്ലേ. അലി ഓർ സാഹിറ ഫിലിം കാ മുഖ്യ പാത്ര. ഇവിടെ നിങ്ങൾ കറക്റ്റ് ആക്കണം കേട്ടോ മക്കളെ. അലി ഓർ സാഹിറ ഫിലിം കാ മുഖ്യ പാത്ര ഹെ. വേ ബായി ബഹൻ ഹെ, അവർ സഹോദരി സഹോദരന്മാരാണ്. ഇൻ ദോനോക്കോ മുജെ അച്ഛാ ലഗ, അവർ രണ്ടുപേരെയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇസ് ഭായി ബഹൻ കാ ആപസി പ്യാർ, ഈ സഹോദരി സഹോദരന്മാരുടെ പരസ്പര സ്നേഹം, ഉൻകി ഗരീബി, അവരുടെ ദാരിദ്ര്യം, സൗ മനസ്സേ നെഹി ജാത്തി, ഇതൊന്നും മനസ്സിൽ നിന്നും പോകുന്നില്ല. ഇത്തിനി അച്ചി സിനിമ ഹെ, എത്രമാത്രം നല്ലൊരു സിനിമയാണ് വഹ്, അത്, ആ സിനിമ എന്ത് നല്ല സിനിമയാണത് എന്നാണ് പറയുന്നത്. ഇസ് ദിൻ മുജെ ഭൂൽ നഹി സക്ത, ഈ ദിവസം എനിക്ക് മറക്കാൻ കഴിയുകയില്ല. അതായത് ഈ സിനിമ കണ്ട ദിവസം എനിക്ക് മറക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തന്നിരിക്കുന്ന ആൻസറും ഈ ക്വസ്റ്റ്യനും കൂടെ വെച്ചിട്ട് നോക്കുക. ഏകദേശം ഒരുപോലെ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്താനുള്ളത്. രാജു എന്നുള്ളിടത്ത് രാജുവിൻ്റെ ഡയറി ആയതുകൊണ്ട് തന്നെ രാജു എന്ന സ്ഥാനങ്ങളിലൊന്നും നമ്മൾ ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ, എനിക്ക്, എൻ്റെ എന്ന രീതിയിലാവണം എഴുതേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ നോക്കിയ ഈ മോഡൽ ക്വസ്റ്റ്യൻ കിട്ടുന്ന അത്രയും നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് നോക്കാനായിട്ട് ഞാൻ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കാറുണ്ട്. നിങ്ങളുടെ കമൻറ്റ്, വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.